ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ചെറിയ തക്കാളി, ഇതുപോലെ നമുക്ക് നല്ല പഴുത്ത തക്കാളി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരല്പം മാത്രം പുളി ചേർത്ത് കൊടുക്കാം, വാളൻപുളി. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 2 കറി ലീഫും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. തക്കാളി എല്ലാം നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം, പുളിയും എല്ലാം നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അതുവരെ നമുക്കിത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഉടച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ ഞാനിതാ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 2ാം പാലായത്. 2ാം പാൽ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സാക്കി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ 2ാം പാലിൽ കിടന്ന് വേണം ഈ തക്കാളി എല്ലാം വെന്ത് നല്ലപോലെ ഒന്നുകൂടി സോഫ്റ്റായി കിട്ടാനായിട്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് 1 ടീസ്പൂണ് കുരുമുളകും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് നല്ല ജീരകവും കുറച്ച് വെളുത്തുള്ളി ആവശ്യത്തിനുള്ളതും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒരു 6-7-8 അല്ലിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ തേങ്ങാപ്പാലിൽ കിടന്ന് നമ്മുടെ തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 കപ്പോളം 1ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തീ ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരുപാട് തീയൊന്നും വെച്ച് കൊടുക്കാൻ പാടില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും തിളപ്പിക്കാനൊന്നും പാടില്ല. നമുക്കൊന്ന് ഉപ്പൊക്കെ ഈ സമയം ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിക്കായിട്ട് ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ ഞാൻ എണ്ണ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് നല്ലപോലെ കൊണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 5-6 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 പച്ചമുളക് ഇച്ചിരി ഏറെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, ജീരകം, വെളുത്തുള്ളി എല്ലാം ചതച്ച് ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. തീ നമ്മൾ കുറച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് നിറമൊക്കെ മാറി കിട്ടണം. ഒരുപാടൊന്നും മുരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ വളരെ രുചി ഇത് മാത്രം വേറെ പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട. ഇതിന് കുറേ സമയമാവുമ്പോൾ നല്ലൊരു ഇതായിട്ട് ഒരുപാട് വെള്ളമായിട്ടല്ല നമ്മൾ സാധാരണ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.